السلام عليكم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، ويجعلون لله البنات سبحانه ولهم ما يشتهون. അള്ളാഹുവിന് അവർ പെൺമക്കളെ കൽപ്പിക്കുന്നു. അള്ളാഹു ആ കാര്യത്തിൽ പരിശുദ്ധനാണ്. അതേസമയം അവർക്കോ അവരിഷ്ടപ്പെടുന്ന ആൺമക്കളും. മക്ക മുശ്രിക്കുകളുടെ അതിര് കവിഞ്ഞ ഒരു കാര്യമാണ് അള്ളാഹുവിന് പെൺമക്കളെ കൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. മലക്കുകൾ സ്ത്രീകളാണെന്നും അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്നും അവർ വിവരമില്ലാതെ പറയുന്നു. ചില ഗോത്രക്കാർ പറയുന്നു മലക്കുകൾ അള്ളാഹുവിൻ്റെ പുത്രിമാരാണ്. അള്ളാഹു തൻ്റെ സത്തയെ അത്തരം ഇതിൽ നിന്ന് പരിശുദ്ധമാക്കുന്നു. അല്ലെങ്കിൽ അള്ളാഹു മനുഷ്യരുടെ ഈ വിഡ്ഢിത്തത്തിൽ അത്ഭുതം കൂറുന്നു. അവർക്ക് അവരിഷ്ടപ്പെടുന്ന ആൺമക്കളും അള്ളാഹുവിന് അവർ വെറുക്കുന്ന പെൺമക്കളും. അറബികളിൽ ദേവന്മാർ കുറവാണ്, ദേവികളാണ് വളരെ കൂടുതൽ. അതായത് അള്ളാഹുവിൻ്റെ പെൺമക്കൾ എന്ന നിലക്കാണ് ഈ ബിംബങ്ങളായ ദേവികളെ അവർ ആരാധിക്കുന്നത്. അതേസമയം പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇഖ്ലാസിൽ അള്ളാഹു വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. അള്ളാഹു ഏകനാണ്, അവനെപ്പോലാരുമില്ല, അവൻ ആരുടെയോ പിതാവുമല്ല, ആരുടെയെങ്കിലും പുത്രനുമല്ല. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന കാര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.